2026 ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ പരാഗ്വയ്ക്കെതിരെ പരാജയപ്പെട്ടിരിക്കുകയാണ് ബ്രസീൽ. എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെട്ടതോടെ ലോകകപ്പ് യോഗ്യതയുടെ കാര്യത്തിൽ പിൻനിരയിലുള്ള ബ്രസീലിന്റെ നില പരുങ്ങലിലാണ്. കോൺമെബോൾ മേഖലയിലെ യോഗ്യതാ പട്ടികയിൽ 5ാം സ്ഥാനത്താണ് ബ്രസീലിന്റെ സ്ഥാനം. 8 മത്സരങ്ങളിൽ നിന്ന് ആകെ 10 പോയിന്റുകൾ മാത്രമാണ് ടീമിന്റെ സമ്പാദ്യം. അവസാന 5 മത്സരങ്ങളിൽ 4ലും ബ്രസീൽ പരാജയപ്പെട്ടു. 3 തോൽവികൾക്ക് ശേഷം കഴിഞ്ഞ മത്സരത്തിൽ ഇക്വഡോറിനെ കാനറിപ്പട തോൽപ്പിച്ചിരുന്നു. എന്നാൽ പരാഗ്വയ്ക്കെതിരെയുള്ള മത്സരത്തിൽ പരാജയപ്പെട്ടതോടെ വിജയവഴിയിൽ തുടരാൻ ടീമിന് കഴിഞ്ഞില്ല. തുടർച്ചയായ തോൽവികളും മോശം പ്രകടനവും ബ്രസീൽ ആരാധകരെ ഏറെ നിരാശയിലാഴ്ത്തുന്നുണ്ട്. ഇതിനിടയിൽ നെയ്മർ ടീമിൽ ഇല്ലാത്തതുമായി ബന്ധപ്പെട്ട് അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുകയാണ് ബ്രസീലിയൻ മുന്നേറ്റ താരം റോഡ്രിഗോ. നെയ്മർ ടീമിലില്ലെങ്കിൽ 2026 ലോകകപ്പിൽ ടീമിന് ഒരു സാധ്യതയുമില്ല എന്നാണ് റോഡ്രിഗോ വ്യക്തമാക്കിയത്. 32-കാരനായ നെയ്മർ കഴിഞ്ഞ ഒക്ടോബർ മുതൽ പരിക്കേറ്റ് കളത്തിന് പുറത്താണ്. ലിഗ്മെന്റിന് പരിക്കേറ്റ താരം എന്ന് കളത്തിലേക്ക് തിരിച്ചു വരുന്നുവെന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയും വന്നിട്ടില്ല. നെയ്മറിന്റെ അഭാവം ടീമിനെ കാര്യമായി ബാധിക്കുന്നുണ്ടെന്നാണ് റോഡ്രിഗോ പറയുന്നത്. തനിക്ക് പറയാൻ വാക്കുകളില്ല. എത്രത്തോളം നെയ്മറെ ബ്രസീൽ മിസ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ കാണുന്നില്ലേ എന്ന് റോഡ്രിഗോ ചോദിച്ചു. നെയ്മർ തങ്ങളുടെ സ്റ്റാർ ആണെന്നും ഏറ്റവും മികച്ച താരമാണെന്നും റോഡ്രിഗോ കൂട്ടിച്ചേർത്തു. നെയ്മർ പരിക്കിൽ നിന്ന് മുക്തനായി എത്രയും വേഗം ടീമിലേക്ക് തിരിച്ചെത്തണമെന്നാണ് റോഡ്രിഗോയും ബ്രസീലും ആഗ്രഹിക്കുന്നത്. നെയ്മറുമായി മികച്ച ബന്ധം പുലർത്തുന്ന റോഡ്രിഗോ അദ്ദേഹത്തിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാറുണ്ടെന്ന് വ്യക്തമാക്കി. അദ്ദേഹം മികച്ച സുഹൃത്തു കൂടിയാണ്. ഫുട്ബോൾ താരം എന്ന നിലയിൽ ഞങ്ങൾ അദ്ദേഹത്തെ ഏറെ ആരാധിക്കുന്നു. എന്നാൽ മികച്ച ഒരു മനുഷ്യൻ കൂടിയാണ് നെയ്മർ, റോഡ്രിഗോ കൂട്ടിച്ചേർത്തു. നെയ്മർ ഇല്ലെങ്കിൽ ലോകകപ്പ് പ്രതീക്ഷകൾ അസ്തമിക്കുമോ എന്ന ഭയമാണ് റോഡ്രിഗോ പ്രകടിപ്പിക്കുന്നത്. റോഡ്രിഗോയുടെ പ്രതികരണം വാർത്തയായതിന് തൊട്ടു പിന്നാലെയാണ് പരാഗ്വയ്ക്കെതിരെയുള്ള ബ്രസീലിന്റെ മത്സരം നടന്നത്. മത്സരത്തിന്റെ 20ാം മിനിറ്റിൽ ഡീഗോ ഗോമസ് നേടിയ ഗോളിൽ പരാഗ്വെ ബ്രസീലിനെ വീഴ്ത്തി. ലോകകപ്പ് യോഗ്യതയിൽ 1ാം സ്ഥാനത്തുള്ള അർജന്റീനയേക്കാൾ 8 പോയിന്റുകൾക്ക് പിന്നിലാണ് നിലവിൽ ബ്രസീൽ. ലോകകപ്പ് യോഗ്യതയിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ കൊളംബിയ അർജന്റീനയെ പരാജയപ്പെടുത്തി. 1-നെതിരെ 2 ഗോളുകൾക്കായിരുന്നു കൊളംബിയയുടെ വിജയം. തകർപ്പൻ വിജയത്തോടെ കോപ്പ അമേരിക്ക ഫൈനലിൽ തോൽപ്പിച്ചതിന് അർജന്റീനയോട് പ്രതികാരം വീട്ടാനും കൊളംബിയക്ക് കഴിഞ്ഞു. കൊളംബിയക്ക് വേണ്ടി യേഴ്സൺ മോസ്ക്യൂറയും ജെയിംസ് റോഡ്രിഗസും ഓരോ ഗോളുകൾ വീതം നേടി. അർജന്റീനക്കായി നിക്കോളാസ് ഗോൺസാലസ് ആണ് വല കുലുക്കിയത്. ബ്രസീലിന്റെ പരാജയത്തിൽ രൂക്ഷമായ പ്രതികരണമാണ് പല ആരാധകരും നടത്തുന്നത്. ഒരു ഗോളിന് പിന്നിൽ നിൽക്കുമ്പോഴും കളി ബിൽഡ് ചെയ്യാനോ നന്നായി പാസ് ചെയ്യാനോ താരങ്ങൾ ശ്രമിക്കുന്നില്ല. ലോങ് ബോളിന് ശ്രമിച്ച് പന്ത് അടിച്ചു കളയുകയാണ്. കോച്ച് മോശമായാലും താരങ്ങൾക്ക് മിനിമം പ്രകടനം നടത്താൻ കഴിയില്ലേ എന്നാണ് ഒരു ആരാധകൻ ബ്രസീലിന്റെ തോൽവിയുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമ പോസ്റ്റിന് താഴെ കമന്റായി ചോദിക്കുന്നത്. ചിലിക്കെതിരെ ഒക്ടോബറിലാണ് ബ്രസീലിന്റെ അടുത്ത ലോകകപ്പ് യോഗ്യതാ മത്സരം. നിലവിൽ അർജന്റീന, കൊളംബിയ, ഉറുഗ്വേ, ഇക്വഡോർ എന്നീ ടീമുകളാണ് ബ്രസീലിന് മുന്നിലുള്ളത്. വെനസ്വേലയാണ് അർജന്റീനയുടെ അടുത്ത എതിരാളികൾ.